ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ഫ്രോക്സ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ വർഷം തീരാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. 2019 ഞാൻ ഒത്തിരി വീഡിയോസ് ചെയ്തിരുന്നു. എനിക്ക് ഒത്തിരി സബ്സ്ക്രൈബേഴ്സും പുതിയതായിട്ട് വന്നു. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ. 2019 അവസാനത്തെ വീഡിയോ ആണ് ഞാൻ ഈ ചെയ്യാൻ പോകുന്നത്. ഈ വൂളൻ ത്രെഡ് കൊണ്ട് ചെയ്യുന്ന ഒരു അടിപൊളി ഐഡിയയാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ നമുക്കതിന് ഒത്തിരി സാധാരണ റണ്ണിങ് സ്റ്റിച്ച് അറിയാവുന്ന ആൾക്കാർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണിത്. അതുപോലെ തന്നെ ഇതിന് വലിയ വിലയൊന്നുമില്ല കേട്ടോ. ഈ ഒരെണ്ണത്തിന് 5 രൂപയൊക്കെ വില വരികയുള്ളൂ. നമ്മൾ ഒരു പാക്കറ്റായിട്ട് വാങ്ങുമ്പോൾ 6 എണ്ണമാണ് ഒരു പാക്കറ്റിലുള്ളത്. 30 രൂപയൊക്കെയാണ് വില വരുന്നത്. എല്ലാവർക്കും അഫോർഡബിൾ ആണ് ഈ പ്രൈസിലുള്ള ഈ സാധനം. അപ്പോൾ നമുക്കിത് എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിന് ആവശ്യമായിട്ട് വേണ്ട സാധനങ്ങൾ, ആദ്യമായിട്ട് വേണ്ടത് ഒരു സ്കെയിലാണ്. അപ്പം സ്കെയിൽ തന്നെ വേണമെന്നില്ല. ഈ മെഷർമെൻറ്റിലുള്ള നമ്മൾ കാർഡ്ബോർഡ് കൊണ്ട് തന്നെ വല്ലതും വെട്ടിയെടുത്ത് ഇതേപോലെയുള്ള ഒരു സാധനമായാലും മതി. പിന്നെ വേണ്ടത് കത്രിക, പിന്നെ സെല്ലോ ടേപ്പ്, പിന്നെ വൂളൻ ത്രെഡ്. അത് നമ്മൾ ഉണ്ടാക്കുന്ന സാധനത്തിൻ്റെ വലിപ്പം അനുസരിച്ച് ആവശ്യത്തിന് വൂളൻ ത്രെഡും വേണം. ആദ്യം ഈ ത്രെഡ് ഇങ്ങനെ നമുക്ക് ഈ സ്കെയിലിലേക്ക് ചുറ്റാം. ആദ്യമായിട്ട് ചുറ്റുമ്പോൾ ഒന്ന് ഇപ്പുറത്തൂടെ ചുറ്റിയ ഈ എൻഡ് ഒന്ന് ഊരിപ്പോവാത്ത രീതിയിലൊന്ന് കവർ ചെയ്ത് ചുറ്റുക. എന്നിട്ട് ഒത്തിരി വലിച്ചു പിടിച്ച് ചുറ്റണ്ട, ലേശം ലൂസാക്കി തന്നെ ചുറ്റാം കേട്ടോ. ഒത്തിരി ടൈറ്റ് ചെയ്യണ്ട, സാധാരണ ചുറ്റുന്ന പോലെ ഇങ്ങനെ ചുറ്റിയാൽ മതി. ഇത് നമുക്കിതിനെ ഇങ്ങോട്ടേക്ക് നീക്കി കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇതുപോലെ തന്നെ ചെയ്യാം. ഇതുപോലെ ബാക്കിലേക്ക് ആക്കി ഇങ്ങനെ ഫുള്ളായിട്ട് ചുറ്റിയെടുക്കുക. സ്കെയിലിൻ്റെ ഇവിടം വരെയും ഇങ്ങനെ ബാക്കിലേക്ക് ആക്കി ഫുള്ളായിട്ട് നമുക്ക് ചുറ്റിയെടുക്കാം. ഇതുപോലെ ഫുള്ളായിട്ട് ഇതുപോലെ തന്നെ ചുറ്റിയെടുക്കുക. എൻഡ് പോർഷൻ വരുമ്പോൾ നൂല് ഇങ്ങോട്ടേക്ക് വെച്ചിട്ട് നമുക്ക് ഇവിടെ ഒരു സെല്ലോ ടേപ്പ് പൊട്ടിച്ച് കൊടുക്കാം. നൂല് ഇങ്ങോട്ടേക്ക് വെക്കുന്നത് ഊരി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് മെല്ലെ ഈ സ്കെയിലിൽ നിന്ന് ഇതിനെ ഇങ്ങനെ വലിച്ചെടുക്കാം. ഇതുപോലെ നമ്മൾ വലിച്ചെടുത്ത് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇതിലും കൂടുതൽ നീളം വേണം എന്നുള്ളവർക്ക് ഇതിൽ കൂടുതൽ നീളമുള്ള സ്കെയിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും സാധനങ്ങളോ യൂസ് ചെയ്താൽ മതി. എന്നിട്ട് ഇതുപോലെയുള്ള കുറേ വേറെ വെറൈറ്റി കളറുകളിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ ഇത്ര എണ്ണം ഞാൻ പല കളറിലുള്ളത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതുപോലെ ഒരു തുണി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മെഷർമെൻറ്റ് ഞാൻ പറയാം. ഇത് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഞാനൊരു മെഷർമെൻറ്റ് എടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. 20 ഇഞ്ച് നീളമാണുള്ളത്. വീതി വന്നിട്ട് 13 ഇഞ്ച് വീതിയാണുള്ളത്. എന്നിട്ട് ഈ ക്ലോത്തിൻ്റെ 4 സൈഡ് ഞാൻ മടക്കി തയ്ച്ചിട്ടുണ്ട്. ഇത് നമുക്ക് പാൻറ്റിൻ്റെ പഴയ ജീൻസിൽ നിന്നൊക്കെ കട്ട് ചെയ്തെടുക്കാം. അതുപോലെ കുട്ടികളുടെ യൂണിഫോം ക്ലോത്തൊക്കെ നല്ല കട്ടിയുള്ള തുണി ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ പുതിയ തുണി തന്നെ ഉപയോഗിക്കുകയും ചെയ്യാം. ഇതുപോലെ നമ്മൾ ചുറ്റിയെടുത്ത ഈ സ്ട്രിപ്പ് ഉണ്ടല്ലോ, ഈ സ്ട്രിപ്പ് ഇതിലേക്ക് വെച്ച് ഞാൻ തയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തു കൂടി ഇങ്ങനെ കൈകൊണ്ട് പിടിച്ചൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തു കൂടി നമുക്ക് ഇങ്ങനെ ഫുള്ളായിട്ട് ഈ അറ്റം വരെയും സ്റ്റിച്ച് ചെയ്തു പോകാം. ഇതുപോലെ നമുക്ക് ഓരോന്നെടുത്ത് വെച്ചിട്ട് ഇങ്ങനെ തയ്ച്ചു പോവാം. ഇതുപോലെ സെൻറ്റർ പോർഷനിൽ കൂടി തയ്ച്ചു പോവുക. അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ നമ്മൾ കൈ കൊണ്ടൊന്ന് പിടിച്ച് ശരിയാക്കി വെച്ചിട്ട് കറക്റ്റായിട്ട് തയ്ച്ചു പോവുക. നമുക്കിത് സാധാരണ സിംഗിൾ മെഷീനിലാണ് ഞാനിപ്പോൾ തയ്ക്കുന്നത് കേട്ടോ. സാധാരണ മെഷീനിലും ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഇതുപോലെ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ട് തിരിച്ച് എൻഡ് പോർഷൻ വന്നിട്ട് തിരിച്ച് ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുക. ഊരി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അഴിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഞാൻ ഓരോ സ്ട്രിപ്പും ഇതുപോലെ തയ്ച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കണ്ടോ. ഇപ്പം ഞാൻ ഇതുപോലെ ചെയ്തിരിക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് കളർ കോമ്പിനേഷൻസ് ഒക്കെ മാറ്റാം. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ കൂടി തന്നെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോയിരിക്കുന്നത്. ഇതിൻ്റെ മറുഭാഗം ഇങ്ങനെ ഇരിക്കും. ഇനി നമ്മൾ ഇതിൻ്റെ കണ്ടോ സെൻറ്ററിൽ കൂടി സ്റ്റിച്ച് ചെയ്യണം എന്ന് പറഞ്ഞത് ഇതുകൊണ്ടാണ്. ഇതിൻ്റെ ഈ രണ്ടായിട്ടാണല്ലോ ഇങ്ങനെ ഇരിക്കുന്നത്. നമ്മൾ സെൻറ്ററിൽ കൂടി തയ്ച്ച് കഴിയുമ്പോൾ 2 ഭാഗത്തും ഇങ്ങനെ ഈ നൂല് വന്നിട്ടുണ്ട്. പിന്നെ ഇതിങ്ങനെ ഇതുപോലെ ഒരു ചെറിയ കട്ടർ ഉപയോഗിച്ച് ഇതിൻ്റെ ഇടയിലേക്ക് ഇതിങ്ങനെ കടത്തി
ഇത് ഫുള്ളായിട്ട് ഇങ്ങ് കട്ട് ചെയ്ത് എടുക്കുക. വിടർന്നു വരും. അപ്പോൾ ഇതിൻ്റെ ഓരോ സ്ട്രിപ്പും ദേ കണ്ടോ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇത്ര നല്ല ഭംഗിയുള്ള ഒരു മാറ്റ് നമുക്ക് കിട്ടും. നമുക്ക് വളരെ ചീപ്പ് റേറ്റിൽ, വളരെ വിലക്കുറവിൽ തന്നെ നമുക്ക് ഇത്രയും ഭംഗിയുള്ള ഒരു മാറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്കിത് ഡോർമാറ്റായിട്ട് യൂസ് ചെയ്യാം. ഇതിൻ്റെ കുറേയും കൂടി വലുതുണ്ടാക്കിയാൽ. അതുപോലെ തന്നെ നമുക്ക് പ്ലേറ്റൊക്കെ വെക്കുന്ന, ഡൈനിങ് ടേബിളിലൊക്കെ പ്ലേറ്റൊക്കെ വെക്കാൻ പറ്റിയ വട്ടത്തിലൊക്കെ വെട്ടിയെടുത്ത് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നമുക്കിത് ഏത് ഷേപ്പിലും ഏത് രീതിയിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ എല്ലാവരും പുതിയ വർഷത്തിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരും ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.